ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോറിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് എന്തൊക്കെ പെറ്റ്സ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നോക്കിയാലോ. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യാണ്ടോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോസ് അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യമുണ്ട്. വീഡിയോസ് എപ്പോഴും ഈ രീതിയിൽ അയക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ അയക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിലുള്ള പെറ്റ്സ് എന്തായാലും അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ സൈസിൻ്റെ ഇതൊന്നും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീതിയിൽ വീഡിയോസ് അയച്ചു തരാൻ പറയണത്. പിന്നെ നമ്മുടെ വീഡിയോസിൽ കൂടുതലും വരുന്നത് ഫിഷോളാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ കൂടുതൽ നമ്മൾ ഫിഷിൻ്റെ വീഡിയോസാണ് സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇടാറ്. അതുപോലെ നമ്മുടെ മെയിൻ ചാനലും കൂടുതൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഫിഷ് റിലേറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഫിഷിൻ്റെ സെയിൽ പോസ്റ്റ് കൂടുതൽ വരുന്നത്. അതൊന്നും കാര്യമൊക്കെയാണ്. നിങ്ങൾ എന്ത് പെറ്റ്സിന് സെയിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് ആഡും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഓരോ വീഡിയോ ഇപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ അനുസരിച്ചാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത്. അതായത് പെറ്റ്സിൻ്റെ ഓണറെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു ഇടനിലയ്ക്ക് മാത്രമാണ് കേട്ടോ. അപ്പം നേരെ നമുക്ക് വീട്ടിലോട്ട് പോകും. ആദ്യം തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ബെറ്റ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ പോസിബിൾ ആണ്. അത്യാവശ്യം കളക്ഷൻ തന്നെ അദ്ദേഹത്തിനുണ്ട് കേട്ടോ സെയിലിനായിട്ട്. അപ്പോൾ ഒരു പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 180 രൂപയാണ്. ഓൾ ഇന്ത്യ കൊറിയർ പോസിബിൾ ആണ്. സ്ഥലം വരുന്നത് ഇടുക്കിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ഉറപ്പുവരുത്തി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് ചോദിച്ചറിയുക. അപ്പോൾ അദ്ദേഹത്തിനുള്ള കുറച്ച് കളക്ഷനുകൾ ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് ഷിംബോളാണ് കേട്ടോ. അപ്പോൾ ഏതാ വെറൈറ്റി നോക്കി കഴിഞ്ഞാൽ ചോക്കോ ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റീസ് ആണ്. അതുപോലെ നല്ല രീതിക്ക് ബ്രീഡ് ആവുന്ന ഒരു വെറൈറ്റീസ് ആണ്. ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ബ്രീഡ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ്. ഓണർ പേര് കണ്ണെന്നാണ് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ്. അപ്പോൾ സെമിലെറ്റ് ആണ് കേട്ടോ ഈ ചോക്കോ ബ്ലാക്ക് വെറൈറ്റീസ്. ഈ ചോക്കോ ബ്ലാക്കിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർ പീസിന് 20 രൂപയാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവിനാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മേടിക്കുക. അപ്പോൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് ഉറപ്പുവരുത്തി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് ചോദിച്ചറിയുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീട്ടിലോട്ട് പോകാം. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്രാവോളാണ്. അപ്പോൾ കുറച്ചധികം പ്രാവോൾ തന്നെ അദ്ദേഹത്തിൽ കൊടുക്കാനുണ്ട്. അതും ക്രോസ് ബ്രീഡോളാണ് കേട്ടോ. അതായത് നമ്മുടെ ഫാൻ്റെ എല്ലാ മുഗിയിലൊക്കെ ക്രോസ് ആണ്. അപ്പോൾ നല്ല ബ്രീഡിങ് പെയറോളാണ് അദ്ദേഹത്തിൽ കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്. കൊറിയർ പോസിബിൾ അല്ല. അദ്ദേഹത്തിൻ്റെ സ്ഥലം വരുന്നത് ചേർത്തലയാണ്. ഓണർ പേര് ജ്യോതിഷ് എന്നാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉറപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ പോകാം. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഒരു അരാപ്പമയാണ് കേട്ടോ. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി അരാപ്പമയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അരാപ്പമയുടെ സൈസ് എന്ന് പറയുന്നത് 1 അടി 3 ഇഞ്ച് സൈസാണ് ഈ ഒരു അരാപ്പമയ്ക്ക് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ കൊറിയറൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ് കേട്ടോ. അപ്പോൾ ഓണറുടെ പേര് വൈഷ്ണവ് എന്നാണ്. ഈ ഒരു അരാപ്പമയ്ക്ക് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ് കേട്ടോ. 15,000 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഓഫ് സീസൺ ആണ്. അരാപ്പമയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ഉറപ്പുവരുത്തി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി ഉറപ്പുവരുത്തുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പ്രാവോട് തന്നെയാണ് കേട്ടോ. അത് ബ്രീഡിംഗ് പെയർ എത്തിയ നമ്മുടെ ഫാൻഡയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ്. കൊറിയർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേരിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി ഉറപ്പുവരുത്തുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സ്പോട്ടഡ് കാറ്റ് ഫിഷ് ആണ് കേട്ടോ. അത് 3 പീസാണ് നമുക്ക് വന്നിട്ടുള്ളൂ. 3 പീസിനും കൂടി അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഓണർ പേര് സിനാൻ എന്നാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പെടുത്തുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ക്രാബ് ഫിഷ് ആണ് കേട്ടോ. ഏതാ വെറൈറ്റി എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മാൽബ്രോ റെഡ് ക്രാബ് ഫിഷ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 2 ഇഞ്ച് സൈസുള്ള ബേബീസ് ആണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂർ തലശ്ശേരിയാണ്. സ്ഥലം വരുന്നത് കൊറിയറൊക്കെ പോസിബിൾ ആണ്. അത് ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രാബ് ഫിഷിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർ പീസിന് 50 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി അദ്ദേഹത്തിൽ കൊടുക്കാനുള്ള ക്രാബ് ഫിഷ് ഏതാ നോക്കി നമ്മുടെ ഓറഞ്ച് ക്രാബ് ഫിഷ് ആണ് കേട്ടോ. അതും ബേബീസ് തന്നെയാണ്. അപ്പോൾ ഓണറെ പേര് ആദിഷ് എന്നാണ് കേട്ടോ. 2 ഇഞ്ച് സൈസുള്ള ബേബീസ് തന്നെയാണ് അദ്ദേഹത്തിൽ കൊടുക്കാനുള്ളത്. ഈ ഒരു ക്രാബ് ഫിഷും അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർ പീസിന് 50 രൂപയാണ്. ഓൾ കേരള കൊറിയർ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് വന്നുള്ള പെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സെയിലായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.